അന്താരാഷ്ട്ര വാർത്തകൾ എന്തൊക്കെ നടക്കുന്നു ഈ ലോകത്ത് എന്നുള്ളത് കൂടിയാണ്. അതുകൂടെ വിശദമായി നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഡെസ്കിലേക്കാണ്. BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അന്താരാഷ്ട്ര രംഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ഗുഡ് മോർണിംഗ് ജിൽസി. ഇറാൻ US സംഘർഷം, അതേപോലെ തന്നെ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ നടക്കുന്ന വിവിധ തരം ചർച്ചകൾ, ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ പുതിയ അധിനിവേശകൾ, ഇങ്ങനെ അന്താരാഷ്ട്ര രംഗത്ത് നിരവധി വാർത്തകളുണ്ട്. ഓരോന്നായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഇറാൻ US രണ്ടാം റൗണ്ട് ചർച്ച നാളെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കാൻ പോവുകയാണ്. ഇത് ഇറാൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള ഒരു പരോക്ഷ ചർച്ചയാണ്. ഒമാനാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ആദ്യ റൗണ്ട് ഫെബ്രുവരി 6 ഒമാനിലെ മസ്കത്തിൽ നടന്നിരുന്നു. US പ്രതിനിധി സംഘം സ്റ്റീവ് വിറ്റ്കോഫും അതേപോലെ തന്നെ ജേഡ് കുഷ്ണറുമാണ് നയിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ്റെ വശത്ത് നോക്കുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാകും ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ പരമാവധി സമ്മർദ്ദമാണ് അമേരിക്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ USS ജെറാഡ് ആർ ഫോർഡ് ഇറാനെ നേരെ തിരിക്കും എന്നാണ് US-ൻ്റെ ഭീഷണി. ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് USS ജെറാഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത്. വെനസ്വേലൻ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ US ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ കപ്പൽ കരീബിയൻ കടലിലാണ് നിലയുറപ്പിച്ചിരുന്നത്. അത് മെഡിറ്ററേനിയൻ കടലിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ അമേരിക്ക ഭീഷണി മുഴക്കുന്നത്. അതേപോലെ തന്നെ ആവശ്യമാണ് എങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സൈനിക നടപടിക്കായി ഒരുങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അത് ഭരണമാറ്റമാണ് എന്ന് പറഞ്ഞു ട്രംപ് ഒന്നുകൂടി ഇറാനെ പ്രകോപിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ ഒരു സംഘർഷത്തിൽ, ഈ ഒരു ചർച്ച നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇറാൻ വഴങ്ങുക എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയേക്കാൾ ഇസ്രായേലാണ് ഇതിലെ പ്രധാന കളിക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തിരക്കിട്ട് വാഷിംഗ്ടണിലെത്തി. വെറുതെയല്ല, ഇറാനുമായുള്ള ചർച്ചയിൽ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള കർശന ഉപാധികൾ തിരികെ കയറ്റാനാണ് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇറാനിലെ ഭരണത്തെ മാറ്റുക എന്നതാണ് ഇസ്രായേലിൻ്റെ തിട്ടൂരം. 3 കാര്യങ്ങളാണ് ഇസ്രായേൽ പറയുന്നത്. ഒന്ന്, ഇറാൻ്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തണമെന്ന്. രണ്ടാമത്തേത്, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഇല്ലാതാക്കണം. 3, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് പോലെയുള്ള ഈ മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള സഹായം അത് ഇറാൻ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. തങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ പദ്ധതികളിൽ നിന്ന് നിയന്ത്രണം കൊണ്ടുവരാം എന്ന് മാത്രമാണ് ഇറാൻ ഇതിന് മറുപടി നൽകുന്നത്. മിസൈൽ പദ്ധതികൾ ഏതൊരു രാജ്യത്തിൻ്റെയും അവകാശമാണ്, അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പ്രോക്സി സംഘടനകൾക്ക് തങ്ങൾ സഹായം നൽകുന്നില്ല എന്നും ഇറാൻ അറിയിക്കുന്നു. അറബ് രാജ്യങ്ങൾ ഇറാനുമായി സമവായത്തിൽ പോകണമെന്ന് ട്രംപിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മറുഭാഗത്ത് യുദ്ധം തുടങ്ങിയാൽ ഇറാൻ ആദ്യം അടിക്കുക ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളെ ആകും എന്ന് കൃത്യമായും അറിയാവുന്ന ഈ അറബ് രാജ്യങ്ങൾ തന്നെയാണ് തങ്ങളുടെ ബേസുകൾക്ക് നേരെയുള്ള ഈ ആക്രമണം അത് ഒരിക്കലും സമ്മതിക്കില്ല, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങളെ അമേരിക്ക എത്രത്തോളം പിന്തുണക്കും എന്ന് നമുക്ക് അറിയേണ്ടത്. ഏതായിരുന്നാലും ഇസ്രായേലിനെയാണോ അറബ് രാജ്യങ്ങളെയാണോ ട്രംപ് വിശ്വാസത്തിലെടുക്കുക എന്ന് നാളത്തെ ചർച്ചയിൽ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് ആണ്, MSC നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഏറെ പ്രധാനമാണ് MSC എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സുരക്ഷാ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക സമ്മേളനമാണ് MSC എന്ന് പറയുന്നത്. ലോക രാജ്യങ്ങളുടെ തലവന്മാർ, അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിമാർ, പ്രതിരോധ മന്ത്രിമാർ, സൈനിക മേധാവികൾ, അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികൾ, സുരക്ഷാ വിദഗ്ധർ എന്നിവരാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ഔദ്യോഗിക ചർച്ചകൾക്കപ്പുറം ശത്രുതയിലുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് പോലും പരസ്പരം കാണാനും രഹസ്യമായി ചർച്ചകൾ നടത്താനും, അതായത് ഒരു ബാക്ക് ചാനൽ ഡിപ്ലോമസി സാധ്യമാക്കാനും ഈ വേദി അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ഇവിടെ ഉണ്ടാകാറുണ്ട്. 2007 മ്യൂണിക് കോൺഫറൻസിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ തൻ്റെ പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു അത് പിൽക്കാലത്ത് ലോകരാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങളുടെ ഒരു സൂചനയായിരുന്നു. ഇത്തവണത്തെ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി വരുന്നത് US-ഉം യൂറോപ്പും തമ്മിലുള്ള അകൽച്ചയാണ്. അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി അവിടെ ഉയർന്നു വരുന്നു. യൂറോപ്പിൻ്റെ നിലവിലെ പോളിസികൾ തെറ്റായ ദിശയിലാണ് പോകുന്നത് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിമർശിച്ചു. മാറ്റമില്ല എങ്കിൽ US ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ് എന്ന് റൂബിയോ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. യൂറോപ്പിനോട് കടുത്ത ചില ആവശ്യങ്ങൾ അമേരിക്ക ഉന്നയിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ നാറ്റോയിലേക്ക് കൂടുതൽ പ്രതിരോധ ചെലവ് നൽകണം യൂറോപ്പ് എന്നാണ് ഒരാവശ്യം. സ്വന്തം സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. അതിർത്തികൾ കർശനമാക്കണം, കുടിയേറ്റ നയം കൂടുതൽ കർക്കശമാക്കണം, പരിസ്ഥിതിക്കു വേണ്ടി അധികം വാദിക്കരുത്, ക്രിസ്ത്യൻ മൂല്യങ്ങളും അതേപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരവും സംരക്ഷിക്കണം. ഇങ്ങനെ പോവുകയാണ് അമേരിക്കയുടെ യാഥാസ്ഥിക വലതുപക്ഷ ആവശ്യങ്ങൾ. എന്നാൽ
ട്രംപ് പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞ് യൂറോപ്പിന് ആശ്വാസം നൽകി ചില പ്രഖ്യാപനങ്ങളും അവിടെ ഉണ്ടായി. US ഡെമോക്രാറ്റ് അംഗങ്ങൾ അവിടേക്ക് എത്തിയിരുന്നു. ട്രംപ് താൽക്കാലികമാണ്, 3 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ശല്യം ഒഴിവാകും എന്ന് പറയുന്നു. കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസം ഈ സമ്മേളനത്തിൽ അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമാണ്, 3 വർഷത്തിനുള്ളിൽ അദ്ദേഹം പോകും. അമേരിക്കൻ ജനാധിപത്യം ശക്തമാണ് എന്നും ലോകരാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായി, പ്രത്യേകിച്ച് യൂറോപ്പിനൊരു ആശ്വാസ വാചകമായി അദ്ദേഹം അവിടെ ഈ MSCയിൽ പറയുന്നു. മറ്റൊന്ന്, ഇനി ഫലസ്തീനിലേക്ക് വരികയാണെങ്കിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കൊല വീണ്ടും തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 10 പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഈ തരത്തിലുള്ളൊരു കൂട്ടക്കൊലകളൊന്നും ഈ അടുത്ത സമയത്ത് നടന്നില്ലായിരുന്നു. വീണ്ടും ആ ഒരു തരത്തിലേക്ക് പോവുകയാണ്. വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനങ്ങൾ തിങ്ങി താമസിച്ചിരുന്ന കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അവിടെയാണ് ഈ കൂട്ടക്കൊല നടന്നത്. ഒക്ടോബർ 10 ഒരു വെടിനിർത്തൽ ഉണ്ടായി എന്നാണ് നമ്മൾ പലരും പറയുന്നത്. പക്ഷേ ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗസയിൽ ഇതുവരെ 601 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1607 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് ഈ വെടിനിർത്തൽ എന്ന് ലോകം ചോദിച്ചു പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി 19 വാഷിംഗ്ടണിൽ ബോർഡ് ഓഫ് പീസ് യോഗം നടക്കാനിരിക്കുകയാണ്. പേരിന് കുറേ ചർച്ച നടക്കുന്നു എന്നല്ലാതെ കാര്യമായി ഒരു മാറ്റവും ഗസയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ആക്രമണങ്ങൾ എല്ലാം തെളിയിക്കുന്നത്. സമാധാന ശ്രമങ്ങൾ അർത്ഥശൂന്യമാണ് എന്ന് കാണിക്കാനും നിലവിൽ ഗസയിലുള്ള സാഹചര്യം രക്തരൂക്ഷിതമായി തുടരാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിൻ്റെ ഈ ക്രൂരത അവസാനിപ്പിക്കാൻ ലോകം ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു. ഗസയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇസ്രായേലിൻ്റെ ഈ ക്രൂരത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അധിനിവേശ കിഴക്കൻ ജെറുസലേമിന് സമീപം ഇസ്രായേൽ സൈന്യം സൈനികാഭ്യാസം നടത്തുകയാണ്. ഇവിടെയും ഫലസ്തീനികൾക്കെതിരെയാണ് ഈ അതിക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ അധിനിവേശം അവിടെയും കടുപ്പിക്കുന്നു. ഫലസ്തീൻ ഭൂമി ഇസ്രായേലികൾ കൊണ്ട് ചുളുവിലക്ക് വാങ്ങി ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ആസൂത്രിത നീക്കം, ആ ഒരു ബില്ല് ഇപ്പോൾ ഇസ്രായേൽ നെസറ്റ് പാസ്സാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള ഇസ്രായേലിൻ്റെ പുതിയ പ്രഖ്യാപനം അധിനിവേശം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ബ്യൂറോക്രാറ്റിക് തന്ത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതോടെ ഫലസ്തീനികളായ ഭൂവുടമകൾക്ക് ഇസ്രായേൽ സർക്കാരിൻ്റെ പിന്തുണയുള്ള കുടിയേറ്റക്കാരിൽ നിന്ന് കൂടുതൽ ഭീഷണികളും വെല്ലുവിളികളും നേരിടേണ്ടി വരുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു അതിക്രമം ഇസ്രായേൽ നടത്തുന്നത് ലബനാൻ സിറിയ അതിർത്തിയിലാണ്. ഈ അതിർത്തിയിൽ ഒരു വാഹനത്തിന് ബോംബിട്ട് 4 പേരെയാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അപ്പോൾ എല്ലായിടത്തും ഗസയിലും ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇനി അപ്പുറത്തുള്ള ലബനാൻ സിറിയ അതിർത്തിയിൽ വരെ വലിയ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ അവരുടെ അധിനിവേശം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അന്താരാഷ്ട്ര രംഗത്തുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ.